ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു മോർണിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചായ തിളപ്പിക്കാൻ വെക്കാം. ചായ തിളപ്പിച്ച് ഞാൻ പഞ്ചസാര ഇട്ട് അപ്പുറത്തെ അടുപ്പിൽ മുട്ട പുഴുങ്ങാൻ വെച്ച് ഇവിടെ ചായ തേയിലയിട്ട് ചായ നമ്മൾ 2 ഗ്ലാസ്സിലായിട്ട് ഊറ്റിയിട്ടുണ്ട്. മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പത്തിൻ്റെ മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ കൂടെ ഒരു കിഴങ്ങ് കറിയാണ് വെക്കുന്നത്. കിഴങ്ങ് 2 കിഴങ്ങ്, പകുതി തക്കാളി, പകുതി സവോള, ഒരു പച്ചമുളക്, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇത് കിഴങ്ങ് അരിഞ്ഞ് തക്കാളി ഇതെല്ലാം കൂടെ അരിഞ്ഞ് കുക്കറിൽ വെറുതെ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കാൻ വെക്കുക. 2 വിസിലോളം അടിച്ചാൽ കുഴപ്പമില്ല, നല്ലോണം വെന്ത് കിട്ടുമല്ലോ. പിന്നെ നമ്മൾ ഇതൊരു തേങ്ങായും ഒരു ഉള്ളിയും പിന്നെ പെരുംജീരകവും ഇടാം, മഞ്ഞൾപ്പൊടിയും പെരുംജീരകവും. പട്ട ഇടുവാണെങ്കിൽ നല്ല, ഒരു കഷ്ണം പട്ടയും കൂടി ഇതിൻ്റെ കൂടെ ഇടുവാണെങ്കിൽ നല്ലതാണ്. ഒരു പ്രത്യേക സൈസ് കിഴങ്ങ് കറിയാണ്. ഇവിടെ മാത്രം ഞങ്ങൾ വെക്കത്തുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എന്തായാലും ഇത് സ്ഥിരമായിട്ട് വെക്കുന്ന കിഴങ്ങ് കറിയാണ്. ഇത് വേറെ ആരെങ്കിലും ഇങ്ങനത്തെ കറി വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ കൂടെ മുട്ടയും പുഴുങ്ങിയിടുന്നുണ്ട്. കിഴങ്ങ് കറിയാണോ മുട്ടക്കറിയാണോ എന്ത് കറിയാണെന്ന് പേരെനിക്കറിയത്തില്ല. നമുക്ക് കിഴങ്ങറി വേറെ ഒരു രീതിയിലാണ് വരുന്നത്. മുട്ടക്കറി എന്ന് പറയുമ്പോൾ വേറെ ഇത്. അത് ഇങ്ങനത്തെ കറി വേറെ എവിടെയെങ്കിലും വെക്കുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവരും. അങ്ങനെ അരപ്പെല്ലാം അരച്ച് ഒഴിച്ച് കറിയിലോട്ടൊഴിച്ച് ഇനി താളിക്കുന്ന ഇതാണ് കാണിക്കുന്നത്. മുട്ട പുഴുങ്ങിയതും കൂടെ പറ്റിക്കഴിയുമ്പോൾ ഒന്ന് ഇടണം. കറി എന്തായാലും വെന്ത് കുറുകിയിട്ടുണ്ട്. മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി താളിക്കാൻ, കിഴങ്ങ് കറിക്ക് വേണ്ടിയിട്ട് താളിക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കറക്റ്റായിട്ട് അപ്പത്തിൻ്റെ മാവ് പൊളിച്ചിട്ടുണ്ട്. നമുക്ക് അപ്പം ചുടാം. ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് എനിക്ക് അപ്പത്തിൻ്റെ ചട്ടി അത് ഇതായിപ്പോൾ അതിൽ നിന്ന് ഇളകുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ചീനിച്ചട്ടി ഉണ്ടായിരുന്നു. ആ ചീനിച്ചട്ടി നല്ല ചീനിച്ചട്ടി, പെട്ടെന്ന് അപ്പം ഇളകി വരും. അതുകൊണ്ട് ഞാൻ ഇതിലാണ് അപ്പം ചുടുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നും തോന്നരുത്. അതിൻ്റെ ഒരു കാതില്ല, എന്നാലും നല്ല അപ്പം ചുടാൻ നല്ല അപ്പം കറക്റ്റായിട്ട് അപ്പത്തിൻ്റെ രൂപത്തിൽ വന്നില്ലെങ്കിലും നല്ല അപ്പം നമുക്ക് ചുടാൻ പറ്റും.
ചുട്ട് കഴിഞ്ഞിരിക്കുന്നു. കഴിക്കാൻ പോവാണ്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.